ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സ്വീറ്റ് കൊഴുക്കട്ടയാണ്, പാൽ കൊഴുക്കട്ടയാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ. ഞാൻ 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമുക്കിനി ഇതിലോട്ട് തിളച്ച വെള്ളം വേണം. തിളച്ച വെള്ളത്തിലിട്ട് അല്പം ഉപ്പിടണേ. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ ഈ എന്താ പറയുക, നൂൽപുട്ടില്ലേ അല്ലെങ്കിൽ ഇടിയപ്പം, അതിന് വേണ്ടുന്ന രീതിയിൽ നമ്മളിത് ചേർത്തെടുക്കണം കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് നിർത്താം കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഒരുവിധം ചൂട് കുറഞ്ഞതിന് ശേഷം നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ ബോൾസ് ആക്കിയിട്ടോ, ഞാനിവിടെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിലോ അതോ ഒന്നായിട്ട് ഇതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുക്കണോ, എങ്ങനെയായാലും ഒക്കെ നിങ്ങളിഷ്ടം പോലെയാണ്. അപ്പം ഞാനിവിടെ ചൂടാറിയതിന് ശേഷം ഇത് പിടിച്ച് ചെറിയ ചെറിയ കുട്ടി പീസുകൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്കിനിയൊരു ഒരു ഇതടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിനേക്ക് ആവശ്യമായ പാൽ, ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് നമുക്കൊരു വലിയ ടീസ്പൂൺ അരിപ്പൊടി തന്നെ വേണം. അത് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. അതിന് മുൻപാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കണം. ചേർത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് അടുപ്പത്തോട്ട് പാൽ മിക്സ് ചെയ്തത് ചേർത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കൈ വയ്ക്കാതെ നമ്മൾ കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം, ഈ പൊടി ഒന്ന് ചെറിയ രീതിയിൽ കുറുകി കിട്ടാൻ. എന്നതിന് ശേഷം വേണം നമ്മൾ ചെറുതാക്കി ചെറിയ ചെറിയ പീസാക്കി മാറ്റി വെച്ച അരിപ്പൊടി ബോൾസ് ഇതിലോട്ട് ചേർക്കാൻ കേട്ടോ. അപ്പോൾ ഒരുവിധം ഒന്നിങ്ങനെ കൈ വയ്ക്കാണ്ട് ഒന്നുകൊണ്ട് കുറുകി വരട്ടെ. ആ പൊടി അതിലോട്ട് പാലിനെ ചെറിയ രീതിയിലൊന്ന് തിക്കാക്കി മാറ്റും. പിന്നെ നമ്മളിതിലോട്ട് ബോൾസ് ഇടുമ്പോൾ അത് കൂടുതൽ ഒന്നും കൂടെ അതിന് കിടന്നിട്ട് ആ ബോൾസ് വേവണം. അപ്പോൾ അത് തിക്കായിക്കോളും. അപ്പോൾ നമുക്ക് ഓരോന്ന് വീതം ഇട്ട് കൊടുക്കാം. അത് മേലോട്ട് തെറിക്കണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് ഇപ്പോൾ എല്ലാം നമ്മളതിലോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിങ്ങനെ അതിൽ കിടന്ന് തിളച്ച് വെന്തുകൊണ്ടിരുന്നോട്ടെ. അപ്പോൾ മാവ് ഇത്തിരി വേവാണ്ട്, ഈ പാലിൽ കിടന്നിട്ട് ഒന്ന് വേവാണ്ട്, അപ്പോഴേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിന് ശേഷം നമുക്കിതിൽ ഞാനൊരു ചെറിയ രീതിയിൽ, അതായത് കുറച്ച് മധുരം ചേർക്കണുള്ളൂ, ഒരു ലൈറ്റ് മധുരം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയുള്ള മധുരമൊക്കെ അതിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിലിട്ട് ഒരു ബൗള് നാളികേരം കൊത്തായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഈ സമയം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും നമ്മളിതിൻ്റെ കൂട്ടത്തിൽ കിടന്ന് വേവുമ്പോൾ പാലിൻ്റെ ടേസ്റ്റും വരും, നമുക്കിത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് ലൈറ്റായിട്ടുള്ള പഞ്ചസാര മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഈ സമയം പഞ്ചസാരയും നാളികേരും ഒക്കെ ഈ കിടന്ന് വേവട്ടെ. ഒരു 6 ഏലക്കായും കൂടെ ചതച്ചിട്ട് അതിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി അതിൽ കിടന്നിട്ട് ഈ കൊഴുക്കട്ടയിൽ എല്ലാം അതിന് ടേസ്റ്റൊക്കെ പിടിക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതങ്ങനെ കിടന്ന് ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെ കുറുകി വരട്ടെ കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ മതിയാവും. നമ്മൾ അത്യാവശ്യം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഹൈ ഫ്ലെയിമിലൊക്കെ നമുക്ക് കേട്ടോ. എന്നതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആ പാനിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്തി കൊടുക്കുന്നുണ്ട്. നെയ്യിലോട്ട് നമുക്ക് ഒരു ചെറിയ ക്യാരറ്റ് നമ്മളിതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ഒരു 1/2 സ്പൂണ് പഞ്ചസാരയും കൂടെ നമുക്കിതിലോട്ട് ആവശ്യമാണ്. അപ്പോൾ ആ ക്യാരറ്റിലൊക്കെ മധുരം ചെറുതായിട്ട് പിടിക്കും. അപ്പോൾ നമുക്കതിൽ നിന്ന് കോരി കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ക്യാരറ്റ് ഒരു ലൈറ്റ് കളറ് നമ്മൾ കൊഴുക്കട്ടേൻ്റെ ഇങ്ങനെ കൊടുക്കുകയും ചെയ്യും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി നമുക്ക് ഇനി നമ്മൾ കൊഴുക്കട്ടയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ചൂടോടെ കഴിക്കുന്നത് വേറൊരു രുചിയാണ്, തണുപ്പിച്ച് കഴിക്കുമ്പോൾ അത് വേറൊരു രുചിയാണ്. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വിചാരിച്ചാൽ അതുപോലെ കഴിക്കുക. കഴിച്ചതിന് ശേഷം അഭിപ്രായം അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്കൊരു ബോളിലോട്ട് മാറ്റാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഓൾ.